ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ വന്നിട്ട് സെയ്യുവിന് ഡ്രസ്സ് എടുക്കണം. ഒരു കല്യാണം വരുന്നുണ്ട്, ഇൻഷാല്ലാ അതൊക്കെ വ്ളോഗായിട്ട് വരുന്നതായിരിക്കും. അപ്പം അതിന് നമുക്ക് സെയ്യുവിന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. മാത്രമല്ല ഞാൻ ഇപ്പോൾ ഉള്ളത് പുരയിലാണ് കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ജയ്യുനീൻ്റെ ഇടയ്ക്ക് പനിച്ച് അപ്പോൾ ജില്ലിക്കാരൻ്റെ വീട്ടിലായിരുന്നല്ലോ ഞാൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് പനിച്ചപ്പോൾ എന്താക്കി, ഞങ്ങൾ രാത്രിക്കായിരുന്നു. അപ്പോൾ രാത്രി വേഗം ഇവിടെ കമ്പളക്കാട് കൊണ്ടുവന്നപ്പോൾ ഉമ്മച്ചി അങ്ങോട്ടേക്ക് വന്നു. പിന്നെ അവിടുന്ന് ഞങ്ങൾ നേരെ ഇങ്ങോട്ടേക്ക് വന്നു കേട്ടോ. കാരണം രാത്രി പനിയൊക്കെ കൂടുതലാവുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുന്ന് കൊണ്ടുപോകാനാണ് എളുപ്പം. നല്ല പനിയായിരുന്നു കേട്ടോ. പിന്നെ മരുന്നൊക്കെ കൊടുത്ത് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല, സെറ്റായി, എനിക്ക് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ പോകാമെന്ന് വിചാരിച്ചു. പിന്നെ വേറെയും കുറച്ച് പരിപാടി ഉണ്ട്, നെസ്റ്റോലൊക്കെ ഒന്ന് പോകണം. എനിക്ക് കുറച്ച് പർച്ചേസിങ് എന്തായാലും വേണം. അപ്പം അതൊക്കെ മേടിക്കാമെന്ന് വിചാരിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, എന്നാൽ പിന്നെ നിങ്ങളെ കൂടെ കൂട്ടിയിട്ട് അങ്ങ് പോകാം. അപ്പോൾ ഇതൊരു വ്ളോഗാക്കി എടുക്കാമല്ലോ എന്ന് കരുതി. അപ്പം ഞാനും ഉമ്മച്ചും സെയ്യും കൂടാണ് പോണത് ഇവിടുന്ന്. പിന്നെ എന്തായാലും നമ്മൾ നെസ്റ്റോയിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, അങ്ങനെ ഗൈസ് നമ്മൾ ഇറങ്ങിയപ്പോൾ ഇതാ റിനു വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ സെയ്യുവിനെയൊക്കെ എടുത്തോ കുറച്ച് നേരം കളിപ്പിച്ചൊക്കെ നിന്ന് പിന്നെ ഓൻ കളിക്കാൻ പോയി. സെയ്യുവിന് ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടോ എന്നൊരു സംശയമുണ്ട്, കാരണം കോട്ടാവിയൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുന്നുണ്ട്. പിന്നെ ഇവിടെയൊക്കെ നല്ല ചൂടുമാണ്, നട്ടപ്പൊരു വെയിലുമാണ്. അതുകൊണ്ട് തന്നെ കുട എടുത്തിട്ടുണ്ട്. നമ്മൾ സൺസ്ക്രീം ഒന്നും ഇട്ടിട്ട് ഒരു കാര്യമില്ല ഗൈസ്, നല്ല വെയിലാണ് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയിട്ടുണ്ടായിരുന്നു, ഫസ്റ്റ് തന്നെ ഒരു ഗോൾഡ് കവറിങ്ങിൻ്റെ ഷോപ്പിലായിരുന്നു. അവിടുത്തെ അമ്മച്ചിക്ക് എന്തൊക്കെയോ 2-3 സാധനങ്ങൾ എടുക്കാണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ പോയി. അവിടുന്ന് കുറേ സാധനങ്ങളൊക്കെ കാണിച്ച് ഒക്കെ തന്നു കേട്ടോ. അപ്പോൾ ഉമ്മച്ചിക്ക് കൈച്ചേനാണ് ഫസ്റ്റിൽ നോക്കിയത്. അപ്പോൾ പാത്തൂസും കുറേ പറയുന്നത് കൈച്ചേൻ വേണം. അപ്പോൾ ഞങ്ങൾ അതിലൊക്കെ നോക്കി 2-3 സെലക്ട് ചെയ്ത് കേട്ടോ. അവിടെ നിന്ന് നേരെ നമ്മൾ മിൽക്കാവോയിലാണ് പോയിട്ടുണ്ടായിരുന്നത്. അതായത് മിൽക്കാവോൻ്റെ ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അവിടെ കയറിയിട്ടില്ല. അപ്പോൾ അവിടെ 16+ അവിൽ മിൽക്കിൻ്റെ വെറൈറ്റീസ് ഉണ്ട് എന്നൊക്കെയാണ് പറയുന്നത്. നമുക്ക് അതിൽ ഏതെങ്കിലും ഒന്ന് കഴിച്ചു നോക്കാൻ വിചാരിച്ച് ഞാനും ഉമ്മച്ചിയും കൂടെ കയറിയത് കേട്ടോ. പിന്നെ എന്താണെന്നറിയില്ല ഗൈസ്, എനിക്ക് ടൗൺ കണ്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ദാഹിക്കും, വിശക്കും. അതൊരു അസുഖമാണ് എൻ്റെത്, പണ്ട് മുതലേ ഉള്ളതാട്ടോ. അങ്ങനെ ആർക്കെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ടൗണിലേക്ക് എന്നെ കൊണ്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലുമൊക്കെ തിന്നണം ഗൈസ്, അതെന്താണെന്നറിയില്ല അങ്ങനെ. പിന്നെ ഞാനും ചെയ്യും കൂടെ അവിടുത്തെ മെനു കാർഡ് അടിച്ച് പെറുക്കി നോക്കുകയാണ്, ഏതാണ് എടുക്കേണ്ടത് എങ്ങനെയാണ് എന്നൊക്കെ ഉള്ളത് നോക്കുകയാണ് കേട്ടോ. അപ്പോൾ ഓനാണെന്നുണ്ടെങ്കിൽ അത് പിടിച്ച് പറിച്ച് വലിച്ചു കയറാനുള്ള പരിപാടിയാണെന്ന് തോന്നുന്നു, ദേഷ്യം പിടിച്ചൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ആകെ കൺഫ്യൂഷൻ അടിച്ച് പിന്നെ ലാസ്റ്റ് ബട്ടർ സ്കോച്ച് എന്തായാലും ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആ ബട്ടർ സ്കോച്ച് നമ്മൾ മേടിക്കാൻ വിചാരിച്ചു കേട്ടോ. അങ്ങനെ 2 ബട്ടർ സ്കോച്ചിന് പറഞ്ഞു. പിന്നെ ഒരു 3-4 മിനിറ്റ് കൊണ്ട് തന്നെ സാധനം എത്തി. അപ്പം ഇതിൻ്റെ ഒന്നിൻ്റെ പ്രൈസ് എന്ന് പറഞ്ഞാൽ 70 രൂപയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്വാണ്ടിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതിൻ്റെ മുകളിലുള്ള ഈ ഐസ്ക്രീമാണ് ശരിക്കും ബട്ടർ സ്കോച്ചിൻ്റെ ഐസ്ക്രീം കിട്ടുന്നേ ഉള്ളൂ, ബാക്കിയെല്ലാം മിൽക്ക് പോലെ തന്നെ ഉണ്ട്. പിന്നെ നല്ല തണുപ്പുണ്ട്. ഓൾ ഓവർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സാധനം സെറ്റാണ്, അടിപൊളിയാണ്. ആ ഒരു പൈസക്ക് വർത്താണ് കേട്ടോ. അപ്പോൾ ആരെങ്കിലും പോയി കഴിക്കണമെന്നുണ്ടെങ്കിൽ കഴിക്കുക. പിന്നെ അവിടുത്തെ ആംബിയൻസ് ഒക്കെ എനിക്കിഷ്ടമായി, നല്ല രസമുണ്ട്. കുറേ നമുക്ക് ഫോട്ടോ എടുക്കാനൊക്കെ നല്ലൊരു പ്ലേസ് ആയിട്ട് എനിക്ക് തോന്നി കേട്ടോ. അപ്പം ഞാൻ ഇതാ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഉമ്മച്ചിക്കും അത് തന്നെയായിരുന്നു, സെയിം തന്നെയാണ് വാങ്ങിയത്. പിന്നെ എൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ അവൽ മിൽക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ വേഗം തീർക്കും. പക്ഷെ ഉമ്മച്ചീൻ്റെ തീർക്കില്ല കേട്ടോ. ഉമ്മച്ചി പെട്ടെന്ന് കഴിച്ച് തീരില്ല, കാരണം തണുപ്പും കൂടെ ആയതുകൊണ്ട് ഞാൻ വേഗം തീർത്തിട്ട് ഉമ്മച്ചീനെയും കാത്തിങ്ങനെ പോസ്റ്റ് അടിച്ചിരിക്കുകയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ ഈ അടുത്തത് പോകുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നെസ്റ്റോയിലേക്കാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് തന്നെ ഒരു മെഡിക്കൽ ഷോപ്പിൽ കയറിയിട്ടുണ്ടായിരുന്നു. കാരണം സെയ്യുവിന് കൊതുകിനെ ഭയങ്കര പ്രശ്നമാണ്, കൊതുകിൻ്റെ അലർജി ചെറുതായിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ നമ്മൾ ഒഡോമോസ് എന്ന് പറഞ്ഞിട്ടുള്ള മരുന്നാണ് കേട്ടോ മേടിച്ചിട്ടില്ല. അപ്പം ഈ ഒരു ഓൾമേരി തേച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഏകദേശം ഇതിൻ്റെ പാടും കാര്യങ്ങളൊക്കെ പോകുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതാ ഞങ്ങൾ നടന്ന് നെസ്റ്റോയിൽ എത്തിയിട്ടോ. ഇനി നെസ്റ്റോന്ന് കുറച്ച് പർച്ചേസിങ് കാര്യങ്ങളുണ്ട്. പിന്നെ സെയ്യുവിന് മെയിനായിട്ട് ഇവിടുന്ന് ഡ്രസ്സ് എടുക്കണം. അപ്പം നമ്മുടെ പെരുന്നാളിൻ്റെ ആ ഒരു വീഡിയോ കണ്ടവർക്ക് അറിയാം, അതിനകത്ത് സെയ്യുവിന് ഇവിടുന്ന് തന്നെയാണ് ഡ്രസ്സ് എടുത്തിട്ടുള്ളത്. പക്ഷെ അവൻ്റെ റീൽസ് ഇറങ്ങിയ സമയത്ത് സെയ്യുവിൻ്റെ കോസ്റ്റ്യൂം എവിടുന്നാന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഇൻസ്റ്റയിലായാലും ഒരുപാട് കമൻറ്റ് ഞാൻ കണ്ടു. അപ്പം സെയ്യുവിൻ്റെ കോസ്റ്റ്യൂം എടുത്തിട്ടുള്ളത് ഇവിടുന്നാണ് കേട്ടോ. അതായത് നമ്മുടെ നെസ്റ്റോൻ്റെ ഉള്ളിൽ ഏറ്റവും മേലത്തെ ഫ്ലോറിലുള്ള ലിറ്റിൽ ഫാബ്. ഇപ്പോൾ ഞാൻ അങ്ങോട്ട് പോകും, അപ്പോൾ നിങ്ങൾക്കും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ഈ ഒരു ട്രേ എടുത്തിട്ട് കുറച്ച് സാധനങ്ങൾ ഇവിടുന്ന് താഴ്ന്ന് പർച്ചേസ് ചെയ്യാനുണ്ട്. അപ്പോൾ അവിടുന്ന് പർച്ചേസ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഈ സാധനം ഇങ്ങനെ ഉന്തിയും കൂടെ എടുക്കൽ നല്ല രസമാണ് ഗൈസ്. അപ്പോൾ ഉമ്മച്ചി സെയ്യുവിന് എടുത്തുകൊണ്ട് തന്നെ ഞാനിത് ഉന്തിങ്ങനെ നടക്കുകയാണ്. അപ്പം ഇവിടുന്ന് ഇനി കുറച്ച് സാധനങ്ങൾ എടുത്തിട്ട് നേരെ മേലെ പോവുക. വേറെ പരിപാടിയൊന്നുമില്ല, കുറച്ച് സാധനങ്ങൾ എടുക്കാനുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഹോർലിക്സ് എടുക്കണം.
അപ്പോൾ ഹോർലിക്സ് എടുക്കാൻ വേണ്ടി ഉമ്മച്ചി തിരയാണ് കേട്ടോ, ഏതാണ് എടുക്കേണ്ടത് എന്നൊക്കെ തിരഞ്ഞുകൊടുക്കുകയാണ്. അപ്പോൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എന്തൊക്കെയോ കുണുകുണുന്ന് പറഞ്ഞുകൊടുക്കുന്നുണ്ട് കേട്ടോ. ഓൻ്റെ ഭാഷയിൽ അവൻ എന്തൊക്കെയോ പറയുന്നുണ്ട്. കുറേ സാധനങ്ങളും ലൈറ്റൊക്കെ കാണുമ്പോൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും. സംസാരിക്കാൻ തന്നെ ഓൻ്റെ ഭാഷയിൽ എന്തൊക്കെയോ ഇങ്ങനെ ഒച്ചപ്പാടുണ്ടാക്കും ഗൈസ്. അപ്പം ഞാനിതാ അമ്മച്ചീൻ്റെ കൂടെ ഇവിടെ നിന്നിട്ട് ഇതൊക്കെ എന്തൊക്കെയാണ് സെർച്ച് ചെയ്യാനുണ്ട്. പിന്നെ ഞങ്ങൾ ആലോചിക്കുകയാണ് എന്തൊക്കെയാണ് വാങ്ങാനുള്ളതെന്ന്. അപ്പോൾ ബൂസ്റ്റ് എടുക്കണോ അല്ലെങ്കിൽ ഹോർലിക്സ് എടുക്കണോ എന്നുള്ള കൺഫ്യൂഷനിലാണ് കേട്ടോ. അപ്പം ലാസ്റ്റ് ഈ ഹോർലിക്സിൻ്റെ പാക്ക് എടുക്കാമെന്ന് വിചാരിച്ചു. അതാകുമ്പം വേറെ ബോട്ടിലുണ്ടെങ്കിൽ അതിലിടാമല്ലോ. പിന്നെ വേണ്ട വിചാരിച്ച് ഞങ്ങൾ ഈ ബോട്ടിൽ തന്നെ അവസാനം ഉറപ്പിച്ച് ഗൈസ്. അങ്ങനെ അവിടുന്ന് അതും എടുത്തതിന് ശേഷം ഞങ്ങൾ പിന്നെയും ഇങ്ങനെ നടന്നുകൊടുക്കുമ്പോൾ അമ്മച്ചി കുറേ തേൻമിഠായി ഉണ്ട് കേട്ടോ. അപ്പോൾ അവിടുന്ന് 2 തരത്തിലുള്ള തേൻമിഠായി എടുത്തിട്ടുണ്ടായിരുന്നു. ഒന്ന് ഈ ഒരു റൗണ്ടിലുള്ള ഇതും പിന്നെ അതിൻ്റെ മുകളിലുള്ള ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ ചെറുപ്പത്തിലല്ല, ഞാൻ ഒരു 10ാം ക്ലാസ്സൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരുപാട് വാങ്ങി കഴിച്ചൊരു സാധനമാണ് ഈ ഒരു തേൻമിഠായി. എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ. തേൻമിഠായി അല്ല, ഇത് ശരിക്കും വെല്ലം കൊണ്ട് ഉണ്ടാക്കുന്നതും കൊണ്ട് വെല്ലമിഠായി എന്ന് വേണമെങ്കിലും പറയാം കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങളിതാ ഇനി അടുത്തത് പച്ചക്കറീൻ്റെ സെക്ഷനിലോട്ടാണ് പോയിട്ടുള്ളത്. അപ്പോൾ ഇവിടെ എന്തിനു വന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പഴം എടുക്കണം. അപ്പോൾ പഴം എടുക്കാനാണ് വന്നിട്ടുള്ളത്. അപ്പോൾ പഴം തിരഞ്ഞു പോകുന്നതിൻ്റെ അടുക്കാണ് ഉമ്മച്ചി ഇങ്ങനെ കാണിച്ചു തന്നത്. ഐസ്ക്രീം ഉണ്ട്, വാനിലേൻ്റെതിന് ഓഫറുണ്ട്, 169 റുപ്യാണ്, 240 റുപ്യേൻ്റെ സാധനത്തിന്. അപ്പോൾ നമ്മൾ അത് എടുക്കാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞാനിങ്ങനെ നോക്കുകയാണ്. അപ്പോൾ വാനിലയ്ക്ക് മാത്രമാണ് ഓഫറുള്ളൂ, ബാക്കിയുള്ളതിനൊന്നുമില്ല. ലാസ്റ്റ് ഇതായി ഒരു വാനില ഐസ്ക്രീം 1 ലിറ്ററിൻ്റെ എടുത്തു കേട്ടോ. അത് സംഭവം ലാഭമാണ്, ഇടയ്ക്ക് ഇങ്ങനെ ഇവിടെ ഓഫർ ഉണ്ടാവും. അത് കഴിഞ്ഞതിന് ശേഷം അതാ നേന്ത്രക്കായ് എടുക്കുകയാണ് കേട്ടോ. അപ്പം അധികം പഴുക്കാത്ത നേന്ത്രപ്പഴം എടുക്കാൻ പറയുകയാണ്. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് വീട്ടിൽ കൊണ്ട് വെക്കുമ്പോഴത്തേക്ക് ഇതൊക്കെ പഴുത്ത് അപ്പാട് നാശമാവും കേട്ടോ. അപ്പം അധികം പഴുക്കാത്ത നേന്ത്രപ്പഴമൊക്കെ എടുക്കുന്നത് നോക്കിയിട്ട് ഇതാ ചെയ്യുന്നുണ്ട് കേട്ടോ. ചെയ്യുന്നു പിന്നെ അങ്ങനത്തെ വലിയ പ്രശ്നമൊന്നുമില്ല, കരച്ചിലോ കാര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ട് അവനെ കൊണ്ട് എവിടെ വേണമെങ്കിലും പോവാം ഗൈസ്. അങ്ങനെ അതാ നമ്മൾ അവിടെ നിന്ന് സാധനം ബില്ലാക്കിയതിന് വേണം മേലേക്ക് പോകാൻ. കാരണം ഇവിടുന്ന് എടുത്ത സാധനങ്ങൾ ഇവിടുന്ന് തന്നെ ബില്ലാക്കണം, അതാണ് ഇവിടുത്തെ ഒരു നിയമം. അങ്ങനെ ഞങ്ങളത് അവിടുന്ന് പഴം ആദ്യം ബില്ലാക്കുന്നുണ്ട്. അങ്ങനെ പഴം ആദ്യം ബില്ലാക്കിയതിന് ശേഷം നമ്മൾ ടോട്ടലി പിന്നെ അപ്പുറത്ത് കൊണ്ടുപോയിട്ട് ബില്ലാക്കണം. അങ്ങനെ എന്തൊക്കെയോ പരിപാടിയാണ് ഗൈസ് ഇവിടെ. അപ്പോൾ ഇതെല്ലാം നോക്കിയിട്ട് ചെയ്യുന്നത് എന്തൊക്കെയോ പറഞ്ഞുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ സാധാരണക്കാട്ടും ഇന്ന് തിരക്ക് കുറവുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ ക്യൂ പാലിക്കേണ്ടതൊന്നും വന്നില്ല. മറ്റേത് ഏറ്റവും വലിയ ക്യൂ ഇവിടെയാണ് ഗൈസ് ഉണ്ടാവുക, ഈ ഒരു ബില്ലിങ്ങിൻ്റെ സ്ഥലത്ത്. അപ്പം ഇന്ന് വലിയ ക്യൂ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമ്മൾ രക്ഷപ്പെട്ടു കേട്ടോ. അങ്ങനെ നമ്മുടെ ലഗേജൊക്കെ ഇവിടെ കൊടുത്ത് ടോക്കൺ ഇതാ കയ്യിൽ മേടിച്ചിട്ടുണ്ട്. കാരണം നമ്മൾക്ക് മേലേക്ക് പോകുമ്പോൾ ടോക്കണ് ആയിട്ട് വേണം പോകാൻ, അതായത് ലഗേജും കൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ അത് അവിടെ കൊടുത്തിട്ട് ലിഫ്റ്റിൽ കയറി ഞങ്ങൾ നേരെ മേലെത്തി. അപ്പം ഇവിടെയാണ് നമ്മുടെ ജെയ്യൂന് എടുക്കാനുള്ള ഷോപ്പ് വന്നിട്ടുള്ളത്, ലിറ്റിൽ ഫാബ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഗൈസ് ജെയ്യൂന് കഴിഞ്ഞ പ്രാവശ്യം എന്താ പറയുക ഡ്രസ്സ് എടുത്ത ഷോപ്പ്. അപ്പോൾ ആർക്കെങ്കിലും ഇവിടെ വന്ന് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ ഒരു ഡ്രസ്സൊക്കെ ഇവിടെ നിന്ന് എടുക്കുക. അവിടെ ഒരുപാട് കളക്ഷൻ ഉണ്ട്. സാധാരണ ഇങ്ങനത്തെ കിഡ്സ് വെയേഴ്സിൽ പെൺകുട്ടികളെ കളക്ഷൻ ആയിരിക്കും കൂടുതലുണ്ടാവുക. പക്ഷെ ഇവിടെ 2 പേരുടെയും അടിപൊളിയായിട്ടുള്ള കുറേ കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെ ജെയ്യൂനൊരു മഞ്ഞ ഷർട്ടാണ് ഞാൻ നോക്കിയിട്ടുണ്ടായിരുന്നത്. പെട്ടെന്ന് തന്നെ മഞ്ഞ ഷർട്ട് കിട്ടിയിട്ടോ. അപ്പോൾ എനിക്ക് ഇട്ട് കൊടുക്കാൻ പറഞ്ഞ് അങ്ങനെ സൈസൊക്കെ കറക്റ്റാണോ എന്ന് ഇട്ട് നോക്കും. സാധാരണയായിട്ട് നമ്മൾ ഈ ന്യൂ ബോൺസിനൊന്നും ഇട്ട് കൊടുക്കാൻ അവർ സമ്മതിക്കില്ല. പക്ഷെ ഇവിടെ ഞാൻ 2 പ്രാവശ്യം വന്നപ്പോൾ 2 പ്രാവശ്യം ഒരു പറഞ്ഞു ഇട്ടോയിക്കോ, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ്. അങ്ങനെ ജെയ്യൂന് ഇട്ട് നോക്കി അവനക്ക് ചേരുന്നുണ്ടോ, സൈസ് കറക്റ്റാണോ എന്നൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ സാധനം എടുത്തത് കേട്ടോ. അപ്പോൾ ജെയ്യൂന് ഈ ഒരു ഷർട്ട് എടുത്ത് പിന്നെ അതാ ഒരു ചെറിയ ട്രൗസറും കൂടെ നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ ട്രൗസർ എടുത്തില്ല, കാരണം ഉണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ വിചാരിച്ചു അത് ഇട്ട് കൊടുക്കാമെന്ന്. അങ്ങനെ ഈ ഒരു ട്രൗസർ അതിന് നല്ല മാച്ച് ഉണ്ട്. അതേപോലെ തന്നെ ട്രൗസറാണ് വീട്ടിലുള്ളത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ എന്നാൽ പിന്നെ അത് ഇടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഈ ഡ്രസ്സിൻ്റെ 2 ഫോട്ടോ എടുത്ത് ജെലിക്കാക്ക് അയച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് നിർത്തിയിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മളതൊക്കെ കഴിച്ച് ഒക്കെ ബില്ലാക്കി നമ്മളിനി നേരെ ഇവിടുന്ന് പോവുകയാണ്. പോകുന്ന സമയത്താണ് ഉമ്മച്ചി ഓനൊരു വാക്കറിൽ ഇരുത്തിയിട്ട് കൊണ്ടുവന്നത് കേട്ടോ. എന്താ പോവാ പോവാ നമ്മള് ഇതിനെന്താ വില ഇടുന്നെ? അതിന് 2,500 ചെയ്ത് കേട്ടോ, മാക്സിമം ചെയ്തുതരാം. അത് സെറ്റ് ആകുമ്പോ ഒന്നുകൂടി കുറച്ച് മോഡലും ഉണ്ട്. ഞങ്ങൾ പ്രതീക്ഷിച്ച പോലെ തന്നെ അതിന് എടുത്തപ്പോൾ ഒന്നങ്ങ് ചിണുങ്ങി കേട്ടോ. പിന്നെ ഇവിടെ കുറേ അധികം വണ്ടികളും വാക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആർക്കെങ്കിലും ഇങ്ങനത്തെയൊക്കെ മേടിക്കണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്നാൽ അവർ പറഞ്ഞു കേട്ടില്ലേ നമുക്ക് മാക്സിമം ചെയ്തു തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം നിങ്ങൾക്കായാലും ഇതുപോലെ ചെയ്തു തരുന്നതായിരിക്കും കേട്ടോ. അപ്പം നമ്മൾ കുറേ വണ്ടികളും കാര്യങ്ങളൊക്കെ നോക്കി. നമ്മളെ ചെയ്യും അതിനകത്തൊന്നും ആയിട്ടില്ല.
പിന്നെ പെൺകുട്ടികളുടെ ഒരു സെക്ഷൻ ചെറുതായിട്ട് ഞാനൊന്ന് കാണിച്ചു തന്നെയാണ്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് നേരെ ഇനി എസ് ഭാരതിലോട്ടാണ് പോകുന്നത്. അപ്പോൾ ഉമ്മച്ചി പറഞ്ഞു എസ് ഭാരതിയിലൊന്ന് കയറണം, ചെറിയ എന്തോ സാധനം മേടിക്കാനുണ്ട്, അതുകൊണ്ട് എസ് ഭാരതിയിലും കൂടെ കയറിയിട്ട് നമുക്ക് പോവാം. എന്നാൽ പിന്നെ ഇനി കൽപ്പറ്റയ്ക്ക് വരണമല്ലോ എന്ന് പറഞ്ഞാൽ നമ്മൾ എസ് ഭാരതിയിൽ പോയി നോക്കുമ്പോൾ അവിടെ പൂട്ടി കിട്ടും. ഫ്രണ്ട് എന്തോ വ്യാപാരി വ്യവസായത്തിൻ്റെ എന്തോ കമ്മിറ്റിയോ മീറ്റിങ്ങോ എന്തോ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളത് ആ ബേക്ക് കൂടെയാണ് കേട്ടോ കയറുന്നത്. അങ്ങനെ അവർ ഫ്രണ്ട് അടച്ചിട്ടാലും, അതായത് കസ്റ്റമേഴ്സ് കൂടുതലായിട്ട് അടച്ചിട്ടാലും ബേക്കിൽ ഇങ്ങനെ ഒരു ഡോർ ഓപ്പൺ ചെയ്യും. അപ്പോൾ നമുക്ക് അതിൽ കൂടെ കയറാവുന്നതാണ്. അങ്ങനെ അതാ ഞങ്ങൾ നേരെ നെസ്സി ആൻറ്റീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ സെയ്യൂനെ സംബന്ധിച്ച് ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ഫുൾ ആൾക്കാരാണ് കേട്ടോ. സെയ്യൂനെ എടുക്കാനതാ സെയ്യു ആ ചേച്ചീൻ്റെ കയ്യിലാണുള്ളത്. അതായത് നെസ്സി ആൻറ്റീൻ്റെ ഫ്രണ്ട്സാണ് ഇതൊക്കെ. അപ്പോൾ ഇവിടെ വരുമ്പം ഓൻ എന്താക്കും, എല്ലാവരുടെ കയ്യിലും ആയിരിക്കും ഉണ്ടാവുക, എൻ്റെ കയ്യിലോ ഉമ്മച്ചിൻ്റെ കയ്യിലോ ഉണ്ടാവില്ല കേട്ടോ. അങ്ങനെ താ ഞങ്ങൾ നെസ്സി ആൻറ്റീൻ്റെ അടുത്തേക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടെ ഫുള്ള് മിററായതുകൊണ്ട് ഞാനിങ്ങനെ ക്യാമറ എടുത്ത് നടക്കും ഗൈസ്. അപ്പോൾ ഞാൻ നെസ്സി ആൻറ്റീൻ്റെ അടുത്ത് എത്തി. പിന്നെ ഓനും നെസ്സി ആൻറ്റിയും കൂടെ കുറേ നേരം വർത്താനൊക്കെ പറഞ്ഞു തന്നു. ഉമ്മച്ചിക്ക് എടുക്കാനുള്ള സാധനം ഇവിടുന്ന് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും സെയ്യൂന് കരച്ചിൽ തുടങ്ങി. അപ്പോൾ പിന്നെ ഓനെ ഫീഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ഈ ഒരു റൂമിൽ നിന്ന് എപ്പോഴും എന്നെ ഫീഡ് ചെയ്തിട്ടാണ് ഞാൻ പോവുള്ളൂ കേട്ടോ. ഇനിയിപ്പോൾ എന്തായാലും വീട്ടിലെത്തുന്നവരെ ഫീഡ് ചെയ്യാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ വിളിച്ചു വന്നാൽ പിന്നെ ഇവിടുന്ന് ഫീഡ് ചെയ്തിട്ട് ഓനെ കൊണ്ടുപോകാന്നേ. അപ്പോൾ മിറർ കണ്ടിട്ടുണ്ടെങ്കിൽ സെയ്യൂനിപ്പം ഓപ്പോസിറ്റ് വേറെ ആരെങ്കിലും നിന്ന് സംസാരിക്കുന്ന പോലെയൊക്കെയാണ് ഓൻ്റെ കളി കേട്ടോ. അതിന് കുറേ നേരം നോക്കി വർത്താനം പറഞ്ഞ് ചിരിച്ച് കളിച്ച് വെക്കും. അങ്ങനെ നമ്മൾ സാധനമൊക്കെ എടുത്തതിന് ശേഷം നേരെ ഇനി പോവുകയാണ്. അപ്പം എൻ്റെ ബേക്കിൽ കല്യാണി പ്രിയദർശനാണ് ഗൈസ് ഉള്ളത്. എൻ്റെ മുഖം കണ്ടാൽ തന്നെ മനസ്സിലാവും എൻ്റെ മുഖത്ത് തീരെ ക്ഷീണമല്ലല്ലോ. അപ്പോൾ ആകെ കുഴങ്ങി കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഇനി വേഗം വീട്ടിലോട്ടാണെന്ന് നോക്കുമ്പോൾ ഗ്രാൻഡ് ഫ്രഷിൽ കയറാണ്ടേനും ഉമ്മച്ചിക്ക് അവിടെ നിന്ന് എന്തോ നാടൻ മുട്ടയോ എന്തോ മേടിക്കാൻ വേണ്ടിയിട്ട് കയറണം എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് ഇതാ സെയ്യു നല്ല ഉറങ്ങി പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല ക്ഷീണമായി തോന്നുന്നു. ഓനോ നല്ലോണം ഉറങ്ങിപ്പോകുന്നുണ്ട്. പിന്നെ ഫീഡ് ചെയ്തും കൊണ്ട് ആ ഒരു കാര്യത്തിലും പേടിയില്ല, ഓനക്ക് വിശക്കൊന്നുമില്ല. അങ്ങനെ ഓൻ ഉറങ്ങി കഴിഞ്ഞ് ഇനി ഇവിടുന്ന് നേരെ വീട്ടിലേക്കാണെന്ന് വിചാരിച്ചപ്പോഴാണ് വെച്ച് പറയുന്നത് ഇനിയും ഒരു സ്ഥലത്ത് പോകാണ്ടെന്ന്. അങ്ങനെ ഞങ്ങളിതാ പരാഗ് എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പുണ്ട്, ഈ തുണികളുടെ മാത്രം മെറ്റീരിയൽസ് മാത്രമുള്ള ഒരു ഷോപ്പ്. അങ്ങനെ ഞങ്ങൾ അവിടെയും കയറി അവിടുന്ന് കുറച്ച് ലൈനിങ്ങോ തുണിയോ ലൈസോ എന്തൊക്കെയോ മേടിക്കാനുണ്ടായിരുന്നു ഉമ്മച്ചിക്ക്. അതൊക്കെ മേടിച്ച് അവിടുന്ന് വീണ്ടും ഇറങ്ങി കേട്ടോ. പിന്നെ ഞാൻ എവിടെ നിന്നിട്ടില്ല, നേരെ പുറത്തെത്തിട്ടോ എന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇപ്പോഴും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാം ഗൈസ്. ഓക്കെ ബൈ.